Good morning, children. Welcome back to social science class. Now we start third lesson. Kerala, the land, the rain and the people. Title: Kerala, the land, the rain and the people. Third lesson. In this lesson, first you can see a picture. Market from Kerala. Picture of market. Where? In Kerala. Here you can see the porters weighed down the goods. Porters weighed down goods. They are shouting, weigh, please, like that. What are the goods they weighed down from lorries? Vegetables, pumpkin, bitter gourd, lady's finger, chili, tomato, etc. etc. From where these vegetables reached in our market? These vegetables cultivating in our state? No. Then where? Our neighboring states, especially Tamil Nadu, Karnataka. Okay. Here you can see a picture of market, Kerala. You can see porters weighed down goods from lorries and they are shouting. Different vegetables you can see here: pumpkin, cucumber, snake gourd, carrot, cabbage, banana, lady's finger, bitter gourd. Okay. Then you can see flowers. At the street side, flowers also selling, especially in Onam season. We can see these type of sides were at the street side. What about flowers? We need these flowers Onam time to make pookalam. You know, these flowers also came from other states. These flowers also came from other states. Okay. ഇവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ മാർക്കറ്റിൻ്റെ ഒരു പിക്ചറാണ്. അതായത് രാവിലെ മോർണിംഗ് സൈറ്റ്. രാവിലെ നമ്മൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ സന്ദർശിക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു കാഴ്ച കാണാം. ധാരാളം ലോറികൾ മാർക്കറ്റിൽ എത്തിയിരിക്കും. ലോറി നിറയെ വെജിറ്റബിൾസും മറ്റും ആയിരിക്കും. പോർട്ടേഴ്സ് ലോറിയിൽ നിന്നും ഈ ഗുഡ്സ് താഴെ ഇറക്കുന്ന ജോലികളിലും, അതുപോലെ ധാരാളം ആളുകൾ സ്വന്തം ഷോപ്പുകളിലേക്കും മറ്റും ആവശ്യമുള്ള വസ്തുക്കൾ ഗുഡ്സ് എടുക്കുന്നതിന് വേണ്ടി വന്ന ആളുകളെയും, അതുപോലെ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടി പച്ചക്കറികളും മറ്റും വാങ്ങിക്കാൻ വേണ്ടി എത്തിയവരെയും നമുക്ക് കാണാം. നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ചാപ്റ്ററിൽ, ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് ഈ മാർക്കറ്റുകളിൽ എത്തപ്പെടുന്ന വെജിറ്റബിൾസിൽ മിക്കവയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളുടെ ആവശ്യത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ മുഖ്യ ഭക്ഷ്യധാന്യമായ അരി, അതിനുവേണ്ടി നമ്മൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിനെയും മറ്റും ആശ്രയിക്കുന്നു.
അതുപോലെ തന്നെ ഓണക്കാലത്തും മറ്റും ധാരാളം ഉപയോഗിക്കുന്ന പൂക്കൾക്ക് വേണ്ടി കേരള കർണാടക അതിർത്തിയിലുള്ള പല സ്ഥലങ്ങളെയും അതുപോലെ തന്നെ പച്ചക്കറിക്ക് വേണ്ടി തമിഴ്നാടിനെയും മറ്റും ആശ്രയിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഉള്ളതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ആവശ്യത്തിന് സ്ഥലവും മറ്റ് എല്ലാ ഘടകങ്ങളും നമുക്ക് ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു പരസ്പര നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്? എന്തെല്ലാം ഘടകങ്ങൾ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എസെൻഷ്യൽ ഫോർ കൾട്ടിവേഷൻ? Why do we have to bring most of the vegetables, flowers and cereals that we need from other states? Can we cultivate these vegetables and flowers in our state? What are the essential factors required for their cultivation? Let us discuss that. What are the essential factors required for their cultivation? What are they? First, fertile soil. Second, favorable climate. Third, availability of water. Fourth, manpower. What are the essential factors required for cultivation? എന്തെല്ലാം ഘടകങ്ങളാണ് നമുക്ക് ഈ കൃഷിക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ളത്? കൃഷി നല്ല രീതിയിൽ നടത്താൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഫസ്റ്റ്, ഫെർട്ടൈൽ സോയിൽ. ഫെർട്ടൈൽ സോയിൽ മീൻസ് നല്ല വളക്കൂറുള്ള മണ്ണ്. കൃഷി ചെയ്താൽ ആവശ്യത്തിന് വിളവും മറ്റും ലഭിക്കാൻ നല്ല രീതിയിലുള്ള മണ്ണ് വേണം. സെക്കൻഡ്, ഫേവറബിൾ ക്ലൈമറ്റ്. കൃഷിക്ക് അനുയോജ്യമായ വിധത്തിലായിരിക്കണം എന്ത്? കാലാവസ്ഥ. സെക്കൻഡ് പോയിന്റ്, ഫേവറബിൾ ക്ലൈമറ്റ്. തേർഡ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം. ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റൂ? കൃഷി രീതി നല്ല രീതിയിൽ നടത്താൻ സാധിക്കും. ദെൻ ഫോർത്ത്, മാൻ പവർ. ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായാലും കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അതായത് മനുഷ്യൻ്റെ അധ്വാനവും ആവശ്യമാണ്. വാട്ട് ആർ ദി എസെൻഷ്യൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ കൾട്ടിവേഷൻ? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, മാൻ പവർ. Next activity, a comparison of these essential factors of our state with our neighboring state. To map and compare these essential factors in our state and our neighboring state. Tamil Nadu supply these essential items to Kerala. So we can compare these factors with Tamil Nadu. All of you please observe that map. Here you can see two maps. We can discuss first map. Major soil types. Two pictures you can see. Kerala, Tamil Nadu. Major soil types. In Kerala, alluvial soil, laterite soil, forest soil, red soil. Then Tamil Nadu, red soil, black soil, laterite soil, coastal alluvial. Here you can see the different soil types in Kerala and Tamil Nadu. Kerala, alluvial soil, laterite soil, forest soil, red soil. വ്യത്യസ്ത തരത്തിലുള്ള മണ്ണിനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ ലഭ്യമായ മണ്ണിനങ്ങളെക്കുറിച്ചാണ്. അലൂവിയൽ സോയിലാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. കേരളത്തിൽ ഈ അലൂവിയൽ സോയിൽ ധാരാളം ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിലോ റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ,
കോസ്റ്റൽ അലൂവിയം. ഇത്തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കേരളത്തിലും തമിഴ്നാട്ടിലും കാണപ്പെടുന്നത്. ഈ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമായ അലൂവിയൽ സോയിൽ വിച്ച് ഈസ് ഐഡിയൽ ഫോർ അഗ്രികൾച്ചർ എക്സിസ്റ്റ് ഇൻ കേരള. Alluvial soil exists in Kerala. Then next, the amount of rainfall received as well. Kerala is far ahead of Tamil Nadu. Okay. Next picture, you can see the availability of water. Okay. Please listen that. First, Kerala. Annual rainfall 300 centimeter. Listen. In Tamil Nadu, annual rainfall 95.9 centimeter only. Okay. Here, rainfall 300 centimeter were in Kerala, annual rainfall. Comparing with this amount, very less in Tamil Nadu, you can see. The number of rivers, please listen, 44 rivers in Kerala. At that time, Tamil Nadu, there is only 14 rivers. Okay. Then what about rainfall? Kerala, there is sufficient rainfall, so there is no need of irrigation. Okay. But in Tamil Nadu, very less. Comparing with Kerala, less. Irrigation is essential. From these two maps, what you can see? Alluvial soil that exists were in Kerala. Then availability of water that also were in Kerala. Why Tamil Nadu cultivating these items? But these favorable conditions were in Kerala. All conditions are favorable for the growth of these vegetables in Kerala. But Kerala people not ready to do that. But Tamil Nadu, not these conditions not good. But they are ready to cultivation. ഈ രണ്ട് മാപ്പുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് മാപ്പുകളും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കേരളത്തിലെ എല്ലാ ഘടകങ്ങളും എല്ലാ എസെൻഷ്യൽ ഫാക്ടേഴ്സും കൃഷിക്ക് അനുയോജ്യമാണ്. തമിഴ്നാടുമായി നമ്മൾ കേരളത്തിലെ കണ്ടീഷൻസിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എല്ലാ ഘടകങ്ങളും കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും കേരളത്തിലുണ്ട്. ഇത്ര തന്നെ ആവശ്യത്തിന് എല്ലാം ഇല്ല എങ്കിലും തമിഴ്നാടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമുള്ള ഗുഡ്സിന് വേണ്ടി ആശ്രയിക്കുന്നത്. Next, the physiographic divisions of Kerala. Kerala physiographically divided into three: highland, lowland, and midland. Kerala physiographically divided into three. What were they? Highland, midland, and lowland. According to the height from sea level, height from altitude, 75 meter height and above, that areas are called highland. From sea level 75 meter and above, that areas are called highland. Understand? Above 75 meter height land called highland. Then in between 7.5 and 75 meter, that land is called, that area called midland. 7.5 to 75 meter height, that land called, that area called midland. Then up to 7.5 meter height, otherwise below 7.5 meter height, that area called lowland. കേരളത്തെ ഭൂപ്രകൃതി അനുസരിച്ച്
മൂന്നായി തരംതിരിക്കാം. 75 മീറ്റർ ഹൈറ്റ്, ദെൻ എബോവ്. നമ്മൾ എപ്പോഴും ഹൈറ്റ് കണക്കാക്കുന്നത് സീ ലെവലിൽ നിന്നുമാണ്. 75 മീറ്റർ കൂടുതൽ ഹൈറ്റുള്ള ലാൻഡ് ആണ് ഹൈലാൻഡ്. ബിലോ 7.5 മീറ്റർ ഹൈറ്റ് അല്ലെങ്കിൽ 7.5 മീറ്റർ വരെ മാത്രം ഹൈറ്റുള്ള സ്ഥലം. സീ ലെവലിൽ നിന്നും 7.5 മീറ്റർ ഹൈറ്റുള്ള, അതുവരെ മാത്രം ഹൈറ്റുള്ള സ്ഥലങ്ങളെ നമുക്ക് എന്ത് പറയാം? ലോ ലാൻഡ്. ഈ ലോ ലാൻഡിനും ഹൈലാൻഡിനും ഇടയിലുള്ള സ്ഥലങ്ങളാണ് എന്ത്? മിഡ് ലാൻഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ചുരം കയറി നമ്മൾ ഉയർന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. കേരളത്തിൽ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ഇടുക്കി, നിങ്ങൾക്കറിയാം, കോതമംഗലം ഭാഗം കഴിഞ്ഞ് ചുരം കയറിയിട്ട് വേണം നമുക്ക് എവിടെ എത്താൻ? ഇടുക്കിയിലെത്താൻ. നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ ജില്ലകൾ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഹൈലാൻഡിൽ ഉൾപ്പെടും. അതുപോലെ മിഡ് ലാൻഡ് മീൻസ് 7.5 ദെൻ 75 മീറ്റർ. 7.5ൻ്റെയും 75 മീറ്ററിൻ്റെയും ഇടയിലുള്ള സ്ഥലങ്ങൾ, കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഈ ഭൂപ്രകൃതി അനുസരിച്ച് ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ദെൻ ലോ ലാൻഡ് മീൻസ് അപ് ടു 7.5 മീറ്റർ ഹൈറ്റ്. വളരെ താഴ്ന്ന പ്രദേശങ്ങൾ, കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും മറ്റും ഈ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. വളരെ താഴ്ന്ന പ്രദേശങ്ങളാണ്. ആലപ്പുഴയിലെ ചില ഭാഗങ്ങളുമൊക്കെ നമുക്ക് ഈ ഭാഗത്ത്, ഈ ലോ ലാൻഡിൽ ഉൾപ്പെടുത്താം. Okay. Here you can see a map. Please listen that. Here you can see physiographic map. Okay. Here brown color. You can see brown color. This brown color areas shows highland. Then green color midland. Yellow color ലോ ലാൻഡ്. ഏതൊക്കെ ജില്ലകളാണ് ഹൈലാൻഡിൽ ഉൾപ്പെടുന്നത്? നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ? ശ്രമിച്ചു നോക്കൂ. ദെൻ ലോ ലാൻഡ്, ഏതൊക്കെ ജില്ലയിലെ ഭാഗങ്ങളാണ് ഈ ലോ ലാൻഡിൽ ഉൾപ്പെടുന്നത്? ആലപ്പുഴ, ആ ഭാഗങ്ങളൊക്കെ ലോ ലാൻഡിൽ ഉൾപ്പെടുന്നു. In your textbook you can see picture of John Joseph Murphy. John Joseph Murphy. He was known as the father of rubber cultivation. He was known as the father of rubber cultivation. Okay. Then let's move to study about highland. What are the features of highland? Then what are the crops that cultivating in highland? We can study about that. Okay. What are the crops seen in highland? You know, this region is part of Sahyadri range. Okay. Here cultivating tea, coffee, spices like cardamom, pepper, ginger and turmeric. Okay. Then what are the geographical factors required for cultivation of these crops? Temperature below 30 Celsius. Abundant rainfall, well-drained soil. Most of the areas of this land covered with rain, mist and cool weather. Rain, mist and cool weather prevail in our eastern highland. Okay, this is a part of the Sahyadri range. ഏതൊക്കെ ക്രോപ്സാണ് നമ്മൾ ഹൈലാൻഡിൽ കൃഷി ചെയ്യുന്നത്, കാണപ്പെടുന്നത്? ടീ, കോഫി, സ്പൈസസ് ലൈക്ക് കാർഡമം, പെപ്പർ, ജിഞ്ചർ ആൻഡ് ടർമറിക്. ഇത്തരത്തിലുള്ള ക്രോപ്സ് ഒക്കെയാണ് നമ്മൾ ഹൈലാൻഡിൽ കാണുന്നത്. കാർഡമം മീൻസ് ഏലം. ഓക്കെ. ജിഞ്ചർ യുനോ
ഇഞ്ചി, ടർമറിക്, മഞ്ഞൾ, പെപ്പർ, കുരുമുളക്. ഓക്കെ, ഇത്തരത്തിലുള്ള ചെടികളാണ്, ഇത്തരത്തിലുള്ള ക്രോപ്സാണ് നമ്മളിവിടെ കാണപ്പെടുന്ന. കൃഷി ചെയ്യുന്നത് എവിടെ? ഹൈലാൻഡിൽ. ഹൈലാൻഡ് എബവ് 75 മീറ്റർ ഹൈറ്റ് ലാൻഡ്. ഓക്കെ, ഇത്തരത്തിലുള്ള കൃഷിക്ക് ആവശ്യമായ വാട്ട് ആർ ദ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് ദീസ് ക്രോപ്സ്? എന്തൊക്കെ ഘടകങ്ങളാണ് ഈ കൃഷിക്ക് അനുയോജ്യമായത് നമ്മൾ ഈ ഹൈലാൻഡിൽ കാണപ്പെടുന്നത്? ടെമ്പറേച്ചർ ബിലോ 30 സെൽഷ്യസ്. ടെമ്പറേച്ചർ 30 സെൽഷ്യസിലും താഴെയായിരിക്കും ഹൈലാൻഡിൽ. അബണ്ടൻ്റ് റെയിൻഫാൾ, വളരെയധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. വെൽ ഡ്രെയിൻഡ് സോയിൽ, നീർവാഴ്ചയുള്ള സോയിലാണ്, മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സ് കാരണം, ഈ ഫാക്ടേഴ്സ് ഇത്തരത്തിലുള്ള വിളകളുടെ കൃഷിക്ക് അനുയോജ്യമാണ്. Next about midland. Midland means in between 7.5 then 75 meter height. The area in between 7.5 to 75 meter height. Because of enough rainfall, then fertility of soil. Here we can see diversity in crops. ധാരാളം മഴ ലഭിക്കുന്നത് കാരണവും നല്ല വളക്കൂറുള്ള മണ്ണ് ആയതിനാലും ഈ ഏരിയയിൽ നമുക്ക് വിവിധ തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. റബ്ബർ, ദെൻ എലഫൻ്റ് യാം, പ്ലൻറ്റെയിൻ, ഡിഫറെൻ്റ് ഐറ്റംസ്, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ക്രോപ്സ് കൾട്ടിവേറ്റിംഗ് ഹിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അബൌട്ട് ലോ ലാൻഡ്. ലോ ലാൻഡ് മീൻസ് അപ് ടു 7.5 മീറ്റർ ഹൈറ്റ്. സീ ലെവലിൽ നിന്നും ഹൈറ്റ് കണക്കാക്കിയാൽ 7.5 മീറ്റർ വരെ ഹൈറ്റുള്ള ഏരിയാസാണ് ലോ ലാൻഡിൽ ഉൾപ്പെടുന്നത്. ഇൻ ദിസ് ഏരിയ, ഇൻ ദിസ് ലോ ലാൻഡ് വി ക്യാൻ സീ പാഡി ആൻഡ് കോക്കനട്ട്. പാഡി കൾട്ടിവേഷൻ ആൻഡ് കോക്കനട്ട് seen were in low land. Let's wind up this chapter. Okay, I think you got a clear picture about Kerala. The first two chapters studied about medieval India history. That two chapters from history. This chapter geography. Okay, Kerala, the land, the rain and the people. Geography. This chapter including geography. Then you have two assignment also. Okay, please write these questions.